ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫാക്ടേഴ്സിനെ അഥവാ ഘടകങ്ങളെ തീരുമാനിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കി. റിമൈൻഡർ അഥവാ ശിഷ്ടമാണെന്ന് മനസ്സിലാക്കി അല്ലേ. അപ്പൊ ഞാൻ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ചെയ്യുകയാണേ. മറ്റു ടെക്സ്റ്റിലത്തെ കണക്കുകൾ ഞാൻ ചെയ്യാം. ഇതും ടെക്സ്റ്റിലത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതാണ്. നമ്മൾ നോക്കുകയാണ്, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ബഹുപദം അഥവാ പോളിനോമിയൽ 2x² + x - 4 ആണ്. ഇതിന്റെ ഒരു ഫാക്ടർ ആണോ x+2 എന്ന് നമ്മൾ പരിശോധിക്കണം, അഥവാ ഘടകമാണോ എന്ന് പരിശോധിക്കണം. അപ്പൊ നമുക്കറിയാം, ഇത് ഘടകമാണെന്ന് തീരുമാനിക്കുന്നത് എന്താ? ഈ ബഹുപദത്തിനെ ഈ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താകണം? 0 ആകണം. അപ്പോൾ നമുക്ക് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇങ്ങനെയാണ് എഴുതുക, when p of x divided by x+2. കണ്ടോ, ഞാൻ ആ പറഞ്ഞ സെന്റൻസിനെ ഇങ്ങനെ എഴുതി. നമുക്ക് കോഷ്യന്റ് ആവശ്യമില്ല, കോമ, റിമൈൻഡർ r is equal to, പറയൂ, ഈ ടേം മൊത്തത്തിൽ 0 ആവല്ലേ വേണ്ടത്. അപ്പോൾ ഇവിടെ +2 ആയതുകൊണ്ട് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? p of -2 കണ്ടാൽ മതി. അപ്പോൾ എല്ലാ ചോദ്യത്തിലും ഇനി ഇങ്ങനെ ചെയ്യാം. അതാണ് ബഹുപദത്തിന്റെ ഒരു ഗുണം. ആശയം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, പക്ഷെ എല്ലാ പ്രോബ്ലം ചെയ്യുക ഒരേ രീതിയിലാണ്. അപ്പോൾ പി ഓഫ് എക്സിനെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം r = p of -2. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ച് നോക്കുക? p of -2 കണ്ടുപിടിക്കുക. Therefore p of -2 equal to, വളരെ നീറ്റായിട്ട് എഴുതണം, ഇല്ലെങ്കിൽ ഇതൊക്കെ തെറ്റിപ്പോകും. 2 × x² സ്ഥാനത്ത് -2 സ്ക്വയർ പ്ലസ് എക്സിന്റെ സ്ഥാനത്ത് -2 - 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, 2 സ്ക്വയർ എന്ന് പറയുന്നത് +4 ആണ്, -2 സ്ക്വയർ. ഇനി പ്ലസ് ഇൻറ്റു മൈനസ് -2 - 4 എന്ന് കിട്ടുന്നു. 4 × 2 8 - 6 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എന്താണ് p of -2 കിട്ടിയത്? 0 ആണോ? അല്ല. എന്താണ് കിട്ടിയ വാല്യൂ? 2. Therefore we can surely say that x+2 is not a factor of p of x. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളോട് അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ x+2 ആരുടെ ഫാക്ടർ ആണ്? വേറൊരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണ്, അഥവാ ബഹുപദത്തിന്റെ ഫാക്ടർ ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം ആ ബഹുപദം? നമുക്കറിയാം, ഈ പോളിനോമിയലിന്റെ ഫാക്ടർ അല്ല. ഈ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയും ബാക്കി വരുന്നുണ്ടെങ്കിൽ ആ ബാക്കി വരുന്ന നമ്പർ ഇതിൽ നിന്നാണ് കളഞ്ഞാൽ കിട്ടുന്നൊരു ബഹുപദം ഉണ്ടാവുമല്ലോ. ആ ബഹുപദത്തിന്റെ ഫാക്ടർ ആയിട്ട് ആര് വരും? x+2 വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? p of x-ൽ നിന്ന് ഈ ബാക്കി വന്നതല്ലേ കളയേണ്ടത്. അപ്പൊ എന്ത് കളയണം? -2 കളയണം. അങ്ങനെ കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു പോളിനോമിയലിനെ നമ്മൾ എങ്ങനെ എഴുതാൻ പഠിച്ചത്? r of x. എന്തായിരിക്കും r of x? p of x ഇതല്ലേ, 2x² + x - 4. അതിൽ നിന്ന് എത്ര കളയണം? 2 കളയണം. അപ്പൊ എന്തായിരിക്കും ആ ബഹുപദം കിട്ടുക? 2x² + x - 6. ഇത് p of x ആണോ? അല്ല. ബഹുപദം മാറിയില്ലേ? അതായത് ഈ x+2 എന്ന് പറയുന്നത് ഈ ബഹുപദത്തിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ആശയം ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ? ഓർക്കേണ്ടത് 12ന്റെ ഫാക്ടർ അല്ല എന്ത്? 5. അങ്ങനെ ആലോചിച്ചാൽ മതി. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന നമ്പർ ഏതാ? 2. അപ്പോൾ 12ൽ നിന്ന് 2 കളഞ്ഞാൽ പുതിയ നമ്പർ കിട്ടി. ഏതാ പുതിയ നമ്പർ? 10. 10ന്റെ ഫാക്ടർ ആണ് ഏത്? 5. അതേപോലെ p of x-നെ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ബാക്കി എത്ര വന്നു? 2 വന്നു. ആ 2 p of x-ൽ നിന്നാണ് കളയുക. അപ്പൊ ബഹുപദം മാറി. ആ ബഹുപദം എന്താണ്? r of x. r of x-ന്റെ ഫാക്ടർ ആയിരിക്കും ആര്? x+2. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇന്ന് പഠിപ്പിച്ച ആശയം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 240 എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതില് ഒന്നാമത്തെ ചോദ്യം ഞാൻ ടീച്ചർ വായിക്കാം. In each pair of polynomials given below, find the number to be subtracted from the first to get a polynomial for which the second is a factor. Find also the second factor of the polynomial got on subtracting the number. ഇതൊക്കെ പാടെ കേട്ടവർക്ക് ബോധം പോയി ഇല്ലേ?
എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? രണ്ട് പോളിനോമിയൽ, ടീച്ചർ ആ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 4 ചോദ്യങ്ങളാണുള്ളത്. ആ 4ാമത്തെ ചോദ്യത്തിലൊരു എന്തോ ഒരു കൺഫ്യൂഷൻ ടീച്ചർക്ക് വരുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല, അതിൻ്റെ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല. അത് ടീച്ചർ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞു തരാം. ബാക്കി 3 എണ്ണത്തില് ഒരെണ്ണം, 3ാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നു. ആദ്യത്തെ 2 എണ്ണമാണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കൂ എന്താണ് ഈ ഈച്ച് പെയർ ഓഫ് പോളിനോമിയൽസ് ഗിവൺ ബിലോ. നോക്കൂ ഒരു പെയർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആണ്, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ആണ്. ഇവിടെയും സെക്കൻഡ് ഡിഗ്രി ആണ്, ഇവിടെയും ഫസ്റ്റ് ഡിഗ്രി ആണ്. രണ്ടാള് തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫൈൻഡ് ദ നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഫസ്റ്റ് ടു ഗെറ്റ് എ പോളിനോമിയൽ. ഒന്നാമത്തെ ബഹുപദത്തിൽ നിന്നും ഏതോ ഒരു നമ്പർ നിങ്ങൾ കുറയ്ക്കണം. എന്തിനാണ്? ഫോർ വിച്ച് the second is a factor. അതിന്റെ അർത്ഥം എന്താ? ഈ x-4 ഇതിന്റെ എന്തല്ല? ഫാക്ടർ അല്ല, അഥവാ ഘടകമല്ല. ഘടകമല്ലാതിരിക്കാനുള്ള കാരണം എന്താ? ഈ പോളിനോമിയലിനെ x-4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? ശിഷ്ടം വരുന്നുണ്ട്, അഥവാ റിമൈൻഡർ വരുന്നുണ്ട്. അപ്പോൾ ആ റിമൈൻഡർ കണ്ടെത്തി അത് ഇതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് പുതിയൊരു പോളിനോമിയൽ കിട്ടുമല്ലോ. അതിന്റെ ഫാക്ടർ ആയിരിക്കും ആര്? x-4. പക്ഷെ അതിലൊരു ചോദ്യം കൂടി ഉണ്ട്. ഫൈൻഡ് ഓൾസോ ദ സെക്കൻഡ് ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ. അങ്ങനെയാകുമ്പോൾ ഈ കുറച്ച് കിട്ടുന്ന മറ്റൊരു ബഹുപദം അഥവാ പോളിനോമിയൽ ഉണ്ടാവുമല്ലോ. അതിന്റെ ഫാക്ടർ ആയിരിക്കും ആര്? x-4. അപ്പൊ ഒരു ഫാക്ടറും കൂടി ഉണ്ടാവില്ലേ? കാരണം എന്താ? ഇത് സെക്കൻഡ് ഡിഗ്രി അല്ലേ. അപ്പൊ നമ്മൾ ആ ഫാക്ടറും കൂടി കണ്ടെത്തണം. ഇത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇതിനകത്ത് ബഹുപദത്തിലെ അഥവാ പോളിനോമിയലിലെ എല്ലാ ആശയങ്ങളും ഇവിടെ വന്നു. ഫാക്ടേഴ്സും കാണാൻ വന്നു, ഫാക്ടർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനും വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ഡിഗ്രിയെ പി ഓഫ് എക്സ് എന്ന് കൊടുക്കുക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² മൈനസ് 3x പ്ലസ് 5. ഇതിനെ നമ്മൾ ഈ x-4 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ കിട്ടുന്ന എന്താ കണ്ടുപിടിക്കേണ്ടത്? x-4 ശിഷ്ടമാണോ അഥവാ റിമൈൻഡർ ആണോ എന്നല്ലേ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുക. പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ x-4. നമുക്ക് കോഷ്യന്റ് ആവശ്യമില്ല, ഹരണഫലം ആവശ്യമില്ല, കോമ റിമൈൻഡർ r is equal to പറഞ്ഞു നോക്കൂ x-4 ആണ്. അപ്പൊ എന്തായിരിക്കും റിമൈൻഡർ കണ്ടുപിടിക്കാൻ നമ്മൾ കൊടുക്കേണ്ട വില? എക്സിന് കൊടുക്കേണ്ട വില +4. ക്ലിയർ ആയല്ലോ? ഇവിടെ ചെയ്ത അതേപോലെയാണ് പഠിത്തം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പോളിനോമിയലിൽ 4 കൊടുത്തു നോക്കാം. പി ഓഫ് 4 is equal to പറഞ്ഞു നോക്കൂ, എന്റെ കൂടെ പറഞ്ഞു നോക്കൂ, 4² മൈനസ് 3 into 4 പ്ലസ് 5 എന്ന് കിട്ടുന്നു. ഈക്വൽ ടു 4² is equal to 16 മൈനസ് 12 പ്ലസ് 5 എന്ന് കിട്ടും. ഇനി നോക്കൂ, 16ൽ നിന്ന് 12 കുറച്ചാൽ എത്രയാ? 4 ആണ്. അപ്പൊ 16ൽ നിന്ന് 12 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുന്നു? 4 കിട്ടുന്നു. അപ്പോൾ 4 കിട്ടുന്ന സമയത്ത് ഒരു മിനിറ്റ്, ടീച്ചർക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടാണ്. അപ്പോൾ 16ൽ നിന്ന് 12 കുറച്ചാൽ 4 കിട്ടുന്നു. 4 പ്ലസ് 5 സമം എത്രയാ കിട്ടുന്നത്? 9 ആണ് കിട്ടുന്നത്. റിമൈൻഡർ 0 ആണോ? അല്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ. therefore x-4 is not a factor of p of x. അത് നമുക്ക് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ഈ p of x-ൽ നിന്ന് ഏതിനെ കളയണം? ഈ 9നെ കളയണം. ആ 9നെ കളയുമ്പോൾ p of x മാറി ആരായിട്ട് മാറും? r of x അഥവാ മറ്റൊരു ബഹുപദമായിട്ട് മാറും. അതിന്റെ ഒരു ഫാക്ടർ ആണ് ആര്? x-4. അതിന്റെ രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? r of x കാണുക. എങ്ങനെ r of x കാണുക? r of x is equal to പറയൂ, p of x-ൽ നിന്ന് ഇത് കളയണം. ഏതാ കളയേണ്ടത്? 9 കളയണം. അപ്പൊ എന്താ p of x? എന്താ p of x? x² മൈനസ് 3x പ്ലസ് 5 മൈനസ് 9 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു x² മൈനസ് 3x മൈനസ് 4 എന്ന് കിട്ടും അല്ലെ. 5ൽ നിന്ന് 9ൽ നിന്ന് 5 കുറച്ചാൽ -4 ആണ്. അപ്പൊ ഇതാണല്ലോ r of x. ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ r of x-ന്റെ രണ്ടാമത്തെ ഘടകം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം?
എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4 ഇസ് ഈക്വൽ ടു ഒരു ഫാക്ടർ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ് മൈനസ് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കാൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. ആരായിരുന്നു തീരുമാനിച്ചത്? -3ഉം -4ഉം. മൾട്ടിപ്ലൈ ചെയ്താൽ -4 കിട്ടണം, ആഡ് ചെയ്താൽ -3 നമുക്ക് കിട്ടണം. അപ്പൊ നോക്കൂ, 4ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2 × 2 വരുന്നു, 1 × 4 വരുന്നു. ഇതിൽ ആഡ് ചെയ്താൽ 3 കിട്ടാനുള്ള സാധ്യത ആർക്കാണ്? 1നും 4നുമാണ്. 1 പ്ലസും 1 മൈനസും കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ -4 വന്നിട്ടുണ്ട്. അപ്പോൾ വലുതിന്റെ വില മൈനസ് ആണ്. അപ്പൊ അടുത്തത് എന്തായിരിക്കും കിട്ടുക? എക്സ് പ്ലസ് 1 എന്നും കിട്ടും. അപ്പൊ നോക്കൂ, ഒരു 4 പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്, -4 ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ -3. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 2 ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതാണ് പരീക്ഷയ്ക്ക് വരിക എന്ന് ഏകദേശം എല്ലാവർക്കും ബോധ്യമായില്ലേ? ഇതല്ലേ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനല്ലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കുക. ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, അതുകൂടെ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആശയം ഉറയ്ക്കും. പിന്നെ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ആശയം ഉറച്ചാൽ ഈ ഭാഗം നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പൊ രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ എഴുതുന്നു, ശ്രദ്ധിക്കണേ. P of x is equal to x square plus 5x minus 7. ഏതിനെയാണ് പരിശോധിക്കേണ്ടത്? x minus 1നെ നമ്മൾ പരിശോധിക്കണം. അപ്പൊ എങ്ങനെ എഴുതും പറയൂ? ഇനിയിപ്പോ എല്ലാവർക്കും അറിയാം. P of x divided by x minus 1. എന്താണ് റിമൈൻഡർ? R is equal to P of 1. എന്താ P of 1 വരാനുള്ള കാരണം? ഇവിടെ -1 ആണ്. അപ്പൊ നമുക്ക് P of 1 ഒന്ന് കണ്ടു നോക്കാം. P of 1 is equal to 1 square plus 5 into 1 minus 7. എല്ലാവർക്കും അറിയാലോ, 9ൽ പഠിച്ചതല്ലേ. Equal to 1 plus 5 minus 7. That is equal to 5 ഒന്നും 6 minus 7. 6ൽ നിന്ന് 7 കുറച്ചാൽ എത്ര കിട്ടുക? -1 കിട്ടുക. എന്താ ഇവിടെ വ്യത്യാസം വന്നേ നേരത്തെ ചോദ്യത്തിൽ നിന്ന്? ഇവിടെ +9 ആണ് ബാക്കി വന്നതെങ്കിൽ ഇവിടെ ഏതാ ബാക്കി വന്നത്? -1 കളയേണ്ടത്. അപ്പോൾ ഈ -1 സ്ഥാനത്ത് നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബഹുപദത്തില് ബാക്കി വരുന്ന ഈ -1 എന്ത് കൂട്ടിയാലാണ് 0 കിട്ടുക? +1. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാക്കി വരുന്ന നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് കുറയ്ക്കണം? അതേ നമ്പർ കുറച്ചു കൊടുത്താൽ മതി. അതേസമയം ബാക്കി വന്നത് നെഗറ്റീവ് ആണെങ്കിലോ അതിന്റെ ഓപ്പോസിറ്റ് സൈനുള്ള നമ്പർ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അഥവാ ഈ -1 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ -1 സബ്ട്രാക്ട് ചെയ്യണം എന്താ? മൈനസ് ഓഫ് മൈനസ് എന്തായിക്കോളും? പ്ലസ് ആയിക്കോളും. അപ്പൊ നമുക്ക് അടുത്ത R of x കണ്ടുപിടിക്കാം. R of x is equal to P of x minus P of -1. ഈ രീതിയിലാണ് എവിടെ പഠിപ്പിച്ചത്? നേരിട്ട് പഠിക്കേണ്ടി വന്നതാണ് ഇവിടെ വിക്ടേഴ്സ് ചാനലില്. ഇവിടെ ഈ ഭാഗം പറയാതെ നേരെ ഇങ്ങോട്ട് വരിക ചെയ്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു P of x എത്രയാണ്? x സ്ക്വയർ പ്ലസ് 5x മൈനസ് 7 മൈനസ് -1. കണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 5x മൈനസ് 7 മൈനസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ +1 ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 5x മൈനസ് 6 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇനി ഈ R of x നെ ഇതാണ്, അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യാലോ നമുക്ക്. x സ്ക്വയർ പ്ലസ് 5x മൈനസ് 6 ഇസ് ഈക്വൽ ടു ഒരു ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ആരാണ്? x മൈനസ് 1. കണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഫാക്ടർ ആരായിരിക്കും? തീരുമാനിക്കുന്നത് ആരാ? -6ഉം +5ഉം. അപ്പോൾ 6ന്റെ ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടർ ആരാ? 1 ആണ്. അപ്പൊ അടുത്ത ഫാക്ടർ ആരായിരിക്കും? പറഞ്ഞു നോക്കൂ. ഒരു 6. അപ്പൊ ഇവിടെ x കിട്ടി, ഇവിടെ ആരാണെന്ന് തീരുമാനമായി? 6 ആണെന്ന് തീരുമാനമായി. ഇനി നമ്മൾ ചിഹ്നത്തിനെ നോക്കണം. ഇവിടെ മൈനസ് ആണ്, ഇവിടെ കിട്ടേണ്ടത് എന്താ? പോസിറ്റീവ്. സോറി, ഇവിടെ കിട്ടേണ്ട റിസൾട്ട് എന്താ? നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആണ് കിട്ടുക. അപ്പൊ ഉറപ്പാണ് ഇവിടെ എന്താ വരിക? പോസിറ്റീവേ വരുള്ളൂ. 6ൽ നിന്ന് 1 കുറച്ചാൽ 5. ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഏതാണ് ഫാക്ടേഴ്സ്? എക്സ് മൈനസ് 1ഉം എക്സ് പ്ലസ് 6ഉം. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു 3 ചോദ്യങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞു തന്നു. അത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിലത്തെ അവസാനത്തെ ചോദ്യം ടീച്ചറെ ഒന്നുകൂടി ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി 2 ചോദ്യങ്ങളെ അതിനകത്തുള്ളൂ. ഇതേമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ.